ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും വന്നു. ഞങ്ങൾ ക്വാറന്റൈനിലാണ്, അറിയാലോ. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അമ്മ ഇവിടെ അടുക്കളയിലുണ്ട്. അപ്പോൾ എന്താണ് ഐറ്റം എന്നുള്ളത് നമുക്ക് സസ്പെൻസ് ആണ്. നമുക്ക് നോക്കാം എന്ത് ഹെൽത്തി ഫുഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹായ്, ഇന്ന് എന്താണ് സ്പെഷ്യൽ ഐറ്റം? ഇന്ന് നമ്മള് ചാള ഒരു സ്പെഷ്യൽ സ്റ്റൈലിലും, ചാള, പിന്നെ കപ്പയും ചാളയും അല്ലെ, കപ്പയും ചാളക്കറി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഉച്ചക്കത്തെ ചോറിന് പകരമുള്ള ഹെൽത്തി ഫുഡ് ഇതാ. മീൻകറിക്ക് വേണ്ട ഐറ്റംസ് പറയാം. ഇത് നമ്മളിവിടെ തേങ്ങ അരച്ചൊക്കെ വെക്കും, പക്ഷെ ഞാൻ മുളകിട്ട വെക്കാൻ പോണേ. നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി. ഞാൻ എൻ്റെ സ്റ്റൈലില് മുളകിട്ട് വെക്കുന്നതാണ്. ഇത് വെളുത്തുള്ളി ഒരു 5-6-7 എടുത്തോ. പിന്നെ ചെറുള്ളി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട്. പോരാത്തതിന് നമുക്ക് സവാള ചേർക്കാം, പക്ഷെ ഞാൻ ചെറുള്ളി തന്നെ ചെയ്യണേ. പിന്നെ 2 പച്ചമുളക്, ഇഞ്ചി, ഒരു തക്കാളി. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ഇത്രയും സാധനം ഒന്ന് ചതക്കാം. തക്കാളി ഒഴിച്ച് ബാക്കി എല്ലാം ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം ജാറിലിടുകയാണ്. ഇതെന്താണ് സാനിറ്റൈസർ? നീ സാനിറ്റൈസർ വെച്ചാണോ ചാള കഴുകിയത്? ഇല്ല, അതല്ല, അത് പറയാൻ മറന്നുപോയി. നമ്മൾ എന്തെടുക്കുന്നതിന് മുമ്പായിട്ടില്ലേ സാനിറ്റൈസ് ചെയ്യണം കേട്ടോ. ഹാൻഡ് ഇപ്പൊ എന്ത് ചെയ്തതിന് മുമ്പും പിൻപും സാനിറ്റൈസ് ചെയ്യാം. സാനിറ്റൈസർ വെച്ചിട്ടാണ് അവളത് കഴുകിയത്. കാരണം പറയാൻ പറ്റൂലേ, നമുക്കിപ്പോ ക്വാറന്റൈനിൽ മാനസിക രോഗത്തിന് അടിമയായിട്ടുണ്ട്. ചതച്ച് ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇത്ര അരഞ്ഞാൽ മതി, കൂടുതലായി പോകരുത്. ഹെൽപ്പ് വേണം. ഓക്കെ, പറഞ്ഞു. എന്താ വേണ്ടേ? എനിക്ക് കപ്പ ഒന്ന് കട്ട് ചെയ്താൽ എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ട് വരാം കപ്പ. അപ്പോൾ കപ്പ നമുക്ക് റെഡിയാക്കി തന്നു. കപ്പ വേവിക്കാൻ വെക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് കപ്പ മുങ്ങി കിടക്കുന്ന ടൈപ്പിൽ, ഓക്കെ, ഈ ഒരു ടൈപ്പിൽ വെള്ളം ഇങ്ങനെ മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം എടുക്കുക. ഇത് അടച്ചു വയ്ക്കണ്ടേ? ഇനി നമുക്ക് മീൻകറിയിലോട്ട് പോകാം. മുളകിട്ട മീൻകറി. ചട്ടി ചൂടായി. നല്ല വെളിച്ചെണ്ണ അത്യാവശ്യം ഇരുന്നോട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലായി. വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി കടുക്, കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടിട്ട് ആളിങ്ങനെ ഓടും. കാരണം പൊട്ടിത്തെറിക്കുന്ന പേടി ചെയ്തുകൊണ്ട് ഓടി നിൽക്കുകയാണ് 1 മീറ്റർ അകലെ. ഉലുവ, ഇതൊക്കെ പെട്ടെന്ന് ഇടുക, ഓടുക. ഇനി അതൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. നമുക്ക് ഈ ചതച്ച് വെച്ച സംഭവങ്ങളൊക്കെ കൂടി, ചെറുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി. ഇതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, മൂപ്പിക്കണമെന്ന് വെച്ചാൽ 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ മീൻകറിക്കൊരു ടേസ്റ്റ്, ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു ഐറ്റമുള്ള. ഒരുപാട് ദിവസം ഇരിക്കാൻ പാടില്ല. പക്ഷേ അപ്പോൾ അങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിത് മൂപ്പിച്ചെടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം. ഇത് ആദ്യം ഇത്ര ഇട്ട് കൊടുക്കാം. മൂക്കണ സമയം കൊണ്ട് ഒരു ടീസ്പൂണിൻ്റെ ഹാഫ് മല്ലിപ്പൊടി ചേർക്കാം. ഒരു പിഞ്ച് ഗരം മസാല. ഇത് മീൻകറിയിൽ അങ്ങനെ അത് ചെയ്യാറില്ല, പക്ഷെ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കാത്ത ടേസ്റ്റ് ആയിരിക്കും. 4 ടീസ്പൂൺ നിറയെ മുളക്. എരിവനുസരിച്ചാണ്. ഇപ്പം ഇതിൽ മഞ്ഞൾപ്പൊടി. ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കലക്കുക. ചൂടാറി തിളപ്പിച്ചാറിയ വെള്ളം മിക്സ് ചെയ്ത് ഇങ്ങനെ വെക്കുക. ഈ സ്റ്റേജ് മതി അല്ലേ? ശരിക്കും മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ തക്കാളി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എണ്ണ കിടന്ന് പച്ച വെളിച്ചെണ്ണ കിടന്ന് ഇങ്ങനെ മൊരിയുമ്പോ ഇല്ലേ ഭയങ്കര ടേസ്റ്റ്. തക്കാളി ഒന്നും കാണുന്നില്ല ശരിക്കും. വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കപ്പയുടെ കഷ്ണം ഇത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. കുടംപുളി ഇല്ലേ, കുടംപുളി 2 ഉള്ളൂ. അതെടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കുക. മൂത്ത് വരുന്നതിൻ്റെ കൂടെ നമുക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്യും. ഡ്രൈ ആകുമ്പോൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി വെള്ളം വറ്റിക്കുക, പിന്നെ ആഡ് ചെയ്യുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട്. മീൻകറിയിലോട്ട് ആവശ്യമുള്ള ഉപ്പ് മുഴുവനും നമ്മളിപ്പോൾ ഇടുക. ഈ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും, അതാ ഇതിൻ്റെ ഒരു പാകം. ഈ കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോളൂ. കപ്പയുടെ അവസ്ഥ നോക്കണ്ടേ? കപ്പ തിളക്കുന്നുണ്ടല്ലേ അല്ലേ? ഇങ്ങനെ വേണ്ട. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളപ്പിച്ച വെള്ളമില്ലേ, അത് വേണം ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് കണ്ട അമ്മ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മത്തി, ചാള ഫ്രൈ ചെയ്യണ പോലെ തന്നെ വരച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ കറി വയ്ക്കുമ്പോൾ ആരും ഇങ്ങനെ ചെയ്യില്ല, പക്ഷെ ഇവള് ഇതൊക്കെ ചെയ്യും ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതില്
ഇത് വെച്ചൊന്ന് മൂടി വയ്ക്കാം. ആ മുളകിൻ്റെയും ഒരു സൈഡിൽ നിന്ന് കപ്പയുടെ സ്മെല്ല് നമുക്ക് വരുന്നുണ്ട്. കിട്ടുവാണ്, നമുക്ക് നോക്കാം. കപ്പ നന്നായിട്ട് തിളച്ച് തുടങ്ങി. റെഡി ആയിട്ടുണ്ടോന്ന് നോക്കാം. ടേസ്റ്റ് ഉണ്ടാവും അറിയില്ല, നോക്കാം. ആദ്യം ടേസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ. സൂപ്പറായിട്ടുണ്ട്. ഞാൻ ചേട്ടൻ കഴിച്ചു നോക്ക്. കാരണം ഞാൻ പറഞ്ഞ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയുമ്പോൾ വൃത്തികേടായിട്ടുണ്ട്. ഓക്കെ. ഉണ്ട് എരും പുളിയും ഇതൊക്കെ പിടിച്ചു തുടങ്ങി. പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. സാധാരണ ഇങ്ങനെ പിടിക്കണത് ഒരു ദിവസം കഴിഞ്ഞു, പക്ഷെ എനിക്ക് അതേ ടേസ്റ്റ് തോന്നുന്നുള്ളൂ പിടിച്ച. കപ്പ മീൻകറി അത് അപ്പം സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിട്ട് കഴിക്കാം. നല്ല ഇടിവെട്ടും മഴ വരാൻ പോലെയാണ്. ഇടിവെട്ടും മഴയും കപ്പയും മീൻകറി ഭയങ്കര കോമ്പിനേഷനാണ്. കപ്പ നല്ല അടിപൊളി കപ്പയാണ്. നല്ല പുട്ട് പോലെ വെന്തിട്ടുണ്ട്. എന്താ മാധു കഴിക്കാം. അപ്പോ കപ്പയും മീൻകറിയും എങ്ങനെയുണ്ട്? സൂപ്പർ. കഴിക്കണമല്ലോ. ചാളയിൽ ഒന്നും കൂടി പിടിക്കണം, നന്നായിരിക്കും. നാളെ വീട് കഴിയും.